നമസ്കാരം, ഞാൻ അനന്തലക്ഷ്മി. തനിമ വാർത്തകളിലേക്ക് സ്വാഗതം. ഭരണഘടന ശില്പിയായ അംബേദ്കറെ അപമാനിച്ച കേന്ദ്രമന്ത്രി അമിത് ഷാ മാപ്പ് പറയൂ അമിത് ഷാ. SDPI മാറനല്ലൂരിൽ പ്രതിഷേധ മാർച്ച് നടത്തി. രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പിയെ അവഹേളിച്ചതിനെതിരെ രാജ്യവ്യാപകമായി SDPI പ്രതിഷേധം പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായാണ് കാട്ടാക്കട മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ടളയിൽ നിന്നും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. പോങ്ങുമോട് ജംഗ്ഷനിലാണ് പ്രതിഷേധം സമാപിച്ചത്. സമാപനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കാട്ടാക്കട മണ്ഡലം പ്രസിഡന്റ് സബീറസ്, സെക്രട്ടറി ഫഗത് ജോ, നവാസ് കണ്ടള എന്നിവർ സംസാരിച്ചു. ദേശീയവ്യാപകമായിട്ട് ഇന്ന് നമുക്കറിയാം, പാർലമെന്റിനുള്ളിൽ ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായ മഹാനായ ഡോക്ടർ അംബേദ്കറിനെ വളരെ ഇന്ത്യയുടെ ജനതയ്ക്ക് ഓർക്കാൻ പറ്റാത്ത രീതിയിൽ അമിത്ഷാ അപമാനിച്ചിരിക്കുകയാണ്. അംബേദ്കർ എന്ന് മാത്രം പറഞ്ഞാൽ മാത്രം പോരാ, അതിപ്പോൾ ഒരു ഫാഷനായിരിക്കുന്നു. ഭഗവാനെ വിളിക്കൂ, സ്വർഗത്തിലോട്ട് പോകാമെന്ന് പാർലമെന്റിനുള്ളിൽ നിന്നുകൊണ്ട് ഒരു കേന്ദ്രമന്ത്രി പറയുമ്പോൾ നാം തിരിച്ചറിയേണ്ടത്, ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടന ഈ രാജ്യത്തിന് എല്ലാ ജനങ്ങൾക്കും തുല്യ അവകാശവും നീതിയും പുലരുന്ന ആ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന രീതിയിൽ, മതേതരത്വത്തിന് വെല്ലുവിളിക്കുന്ന രീതിയിൽ, ഇന്ത്യയുടെ ജനാധിപത്യത്തിന് മുറിവേൽപ്പിക്കുന്ന വാക്കാണ് അമിത്ഷാ ഇന്ന് പാർലമെന്റിനുള്ളിൽ പറഞ്ഞത്. ഇന്ന് നമുക്കറിയാം, രാജ്യത്ത് BJPയുടെ കീഴിൽ ഇന്ന് ആദിവാസികളും ഇവിടുത്തെ പിന്നോക്കക്കാരും നമുക്കറിയാം പട്ടികജാതിക്കാരും അണിനിരക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ഇവരുടെ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കിയില്ലേ? പാർലമെന്റിനുള്ളിൽ തന്നെ ഇത്തരം വാക്കുകൾ അമിത്ഷാ പറയണമെങ്കിൽ അമിത്ഷായുടെ ഉള്ളിൽ ബ്രാഹ്മണിക്കൽ ഐഡിയോളജി കാഴ്ചവെക്കുന്ന ഒരു ഭരണം രാജ്യത്ത് കൊണ്ടുപോകുക എന്നതാണ് അമിത്ഷായുടെ ലക്ഷ്യം. ഇവിടെ ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെ പേരിൽ ജനങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് ബ്രാഹ്മണർ രാജ്യത്ത് ഭരിക്കുക, അല്ലെങ്കിൽ മേലാളൻ ഈ രാജ്യത്ത് ഭരിക്കുക എന്നത് മാത്രമാണ്. അല്ലാതെ ഈ രാജ്യത്തെ പിന്നോക്ക ജനവിഭാഗങ്ങൾക്കോ അല്ലെങ്കിൽ ജാതിയിൽ താഴ്ന്നവനോ ഒരു പരിഗണനയും രാജ്യത്തിന് തരാൻ പോകുന്നില്ല. കാരണം രാജ്യത്ത് ഒരു ഹിന്ദുത്വ രാഷ്ട്രം പ്രഖ്യാപിക്കുക. ഹിന്ദുത്വ രാഷ്ട്രം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ രാജ്യത്ത് നിലനിന്നിരുന്ന ബ്രാഹ്മണന്റെ കീഴിൽ ഇവിടെ അടിമയായി ജീവിക്കുന്ന ഒരു ജനത ഈ രാജ്യത്തുണ്ടാക്കിയെടുക്കുക. അത് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ഈ രാജ്യത്ത് ഏകദേശം 15% വരുന്ന ബ്രാഹ്മണ ഐഡിയോളജി മുന്നോട്ട് വയ്ക്കുന്നവർ രാജ്യം ഭരണം കൈയാളുക, അതനുസരിച്ച് രാജ്യത്തെ ജനങ്ങൾ മുന്നോട്ട് പോവുക, അത് മാത്രമാണ് അടിമയായി ജീവിക്കുക എന്നതാണ് അവരുടെ ഹിന്ദുത്വ രാഷ്ട്രം കൊണ്ട് അവർ വിശ്വസിക്കുന്നത്. പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന രീതിയിൽ മഹാനായ ഡോക്ടർ അംബേദ്കറിനെ ഇവിടെ പാർലമെന്റിനുള്ളിൽ അപമാനിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ഞാനും നിങ്ങളും ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നതിന് ഏറ്റവും ഒന്നാമത്തെ ഘടകം ഇന്ത്യയുടെ ഭരണഘടനയാണ്. ആ ഭരണഘടനാ മൂല്യങ്ങൾ നമുക്ക് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ഈ രാജ്യത്തെ ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ മാറ്റി നിർത്താതെ എല്ലാ വിഭാഗ ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ അമിത്ഷായുടെ പ്രസ്താവനയ്ക്കെതിരെ മുന്നോട്ട് വരണം. അമിത്ഷാ പറഞ്ഞ വാക്കിന് വേറെ ഒരു മറുപടിയില്ല. അവിടെ നീതി നടപ്പിലാക്കണമെങ്കിൽ അമിത്ഷാ ആ സ്ഥാനം, ആഭ്യന്തരമന്ത്രി സ്ഥാനം രാജിവെച്ചുകൊണ്ട് പാർലമെന്റിൽ നിന്നും പുറത്തിറങ്ങി പോകേണ്ടതാണ്.